Orthographic projection, the next question. Draw front view, top view, side view in first angle projection of the component whose isometric view is given below. ഒരു കമ്പോണൻ്റ് ഐസോമെട്രിക് വ്യൂ തന്നിട്ടുണ്ട്. ഏതാംഗിൾ പ്രൊജക്ഷനിൽ വരയ്ക്കുക, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ വരയ്ക്കുക, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ. ഫ്രണ്ട് വ്യൂ നോക്കുന്ന ഡയറക്ഷനും തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇത് ഫ്രണ്ട് വ്യൂ നോക്കുന്ന ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡ് വ്യൂ വരയ്ക്കാം. ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡാണിത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂ എവിടെയാണ് വരയ്ക്കുന്നത്? ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വേണം ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കാൻ. എവിടെ? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം റെഫറൻസ് ലൈൻ വരയ്ക്കുക. ഓക്കെ, നമ്മൾ റെഫറൻസ് ലൈൻ വരച്ചു. ഫ്രണ്ട് വ്യൂ നോക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ കാണുന്ന സർഫസ് എന്ന് പറയുന്നത് ഇത്രയും സർഫസ് നമുക്ക് കാണാൻ കഴിയും. ഈ സർഫസ് മൊത്തം നമുക്ക് കാണാൻ കഴിയും, ശരിയല്ലേ? ഈ സർഫസ് മൊത്തം നമുക്ക് കാണാൻ കഴിയും, ഈ സർഫസ് കാണാൻ കഴിയും, ഈ ഒരു സർഫസും കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വേണം വരയ്ക്കാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ നമ്മൾ ഇവിടെയാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ സ്പേസ് വിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കിയേ, ഇത് മുതൽ ഇതുവരെ എന്നുള്ള മെഷർമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 95 ആണ്. ഇത് മുതൽ ഇതുവരെ 50 ആണ്. ഇത് മുതൽ ഇതുവരെ 70 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പേസ് വിട്ടതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്യാം. സൈഡ് വ്യൂ വരയ്ക്കാനുള്ള സ്പേസ് വിട്ടതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ടോട്ടൽ 95 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 50 ആണ്. നമ്മളത് മാർക്ക് ചെയ്തു. ഇനി മുകളിൽ എത്രയാണ്? 95 ആണ്. അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത് ടോട്ടൽ 50 ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എത്രയാണ്? 2.5 ആണ്. അത് വെച്ചിട്ട് നമ്മളൊരു സെൻട്രൽ ലൈനും മാർക്ക് ചെയ്തിടുക. ഓക്കെ, ഇത്രയും മാർക്ക് ചെയ്തു. ദെൻ നോക്കിയേ, ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 10 ആണ്. ഇത് മുതൽ ഇതുവരെയും 10 ആണ്. ബട്ട് ഇത് മുതൽ ഇതുവരെ പോരെ, നമുക്ക് 70 mm വരെ മതി. നമ്മളവിടെ നിർത്തി. ഇവിടെ 70 mm വരെ മതി. ആ 70 mm നമ്മളൊരു 10 mm മാർക്ക് ചെയ്യണം. അതുപോലെ ഇവിടെയും എത്രയാണ്? ഒരു 10 mm നമ്മൾ മാർക്ക് ചെയ്യണം. നമ്മളിങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തു, ശരിയല്ലേ? ദെൻ ഈ ഒരു സർഫസ് ചരിഞ്ഞ പ്രതലമായിരുന്നു. നമ്മൾ ഫ്രണ്ട് വ്യൂയിലൂടെ നോക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ചരിവായിട്ട് തോന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ടേ തോന്നും. നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നു. ഈ സർഫസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ വന്നിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കിയാൽ ഈ ഒരു സെമി സർക്കിൾ നമുക്ക് വരയ്ക്കണം. വരയ്ക്കാൻ വേണ്ടി നമുക്ക് സെൻറ്റർ പോയിൻ്റ് അറിയാം. സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ ഇത് മുതൽ ഇതുവരെ എത്രയാണെന്ന് നമുക്കറിയാമോ? ടോട്ടൽ 95 ആണ്. ഇത് മുതൽ ഇതുവരെ 70 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി 25 ആണ്. ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെ നമുക്ക് 25 ആണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളൊരു കർവ് വരച്ച് കഴിഞ്ഞാൽ ഇത് മുതൽ ഇതുവരെയും 25 ആയിരിക്കും, ഇത് മുതൽ ഇതുവരെയും 25 ആയിരിക്കും. അല്ലെങ്കിൽ ഇത് 50 എന്ന് പറയുന്നുണ്ട്, അതിൻ്റെ പകുതിയും എത്രയാണ്? 25 ആണ്. അപ്പോൾ റേഡിയസ് എത്ര എടുക്കുക? 2.5 എടുക്കുക. 2.5 സെൻറ്റിമീറ്റർ എടുക്കുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ 25 mm എന്ന് പറയും അല്ലേ. നമ്മളത് എടുക്കുന്നു. നമ്മൾ സെൻറ്റർ ആക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു സെമി സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഇതല്ലേ അതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇതും ഈ ഒരു പോർഷനും അല്ലേ. ഇനി നമ്മൾ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ടോപ്പ് വ്യൂ ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സർഫസ് കാണാൻ പറ്റും. ഇത്രയും സർഫസ് നമുക്ക് കാണാൻ കഴിയും. സർഫസ് ഏതുവരെ കാണാൻ കഴിയും? ഇതുവരെ കാണാൻ കഴിയല്ലേ. പക്ഷേ ഇവിടെ കർവല്ലേ, നമുക്ക് കർവായിട്ട് ഫീൽ ചെയ്യുമ്പോൾ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയല്ലേ തോന്നും. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ട്. ദെൻ ഈ ഒരു സർഫസും നമുക്ക് കാണാൻ കഴിയും. ഇത്ര തന്നെയാണല്ലോ. മുകളിൽ നോക്കുമ്പോൾ ഇതും ചരിഞ്ഞ പ്രതലമാണ്, ചരിവായിട്ട് നമുക്ക് തോന്നില്ല, ഒരു സ്ട്രൈറ്റ് പോർഷനായിട്ട് തോന്നും അല്ലേ. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ വരച്ച ഫ്രണ്ട് വ്യൂ എന്നുള്ള പ്രൊജക്ടർ ലൈൻസ് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്യുന്നു.
ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് ടോപ്പ് വ്യൂ അല്ലെന്നുണ്ടെങ്കിൽ പ്ലാൻ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ റെഫറൻസ് ലൈനിൻ്റെ താഴെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. ഓക്കെ, ഇത് മുതൽ ഇതുവരെ 95 ആണ്, അതിവിടെ കാണും 95 ഉണ്ട്. ഓക്കെ, ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 50 ആണ്, അത് നമ്മൾ മാർക്ക് ചെയ്യണം. 50 മാർക്ക് ചെയ്തു. ഇത് തമ്മിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുകയാണ് അതുപോലെ. ഓക്കെ, ടോപ്പ് വ്യൂവിൽ മാർക്ക് ചെയ്തു. ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 10 mm ആണ്. ആ 10 mm നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 15 mm ആണ്. നമ്മൾ ഈ 10ഉം 15ആയിട്ട് മേക്ക് ചെയ്ത് ലൈൻ വരച്ചു. ഈ 15 mm ഏതുവരെയുണ്ട്? ഇങ്ങ് വരെ വരുന്നുണ്ടല്ലേ, 95 വരെയും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കൂടെ ഒരു 15 mm മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കത് രണ്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ദെൻ ഈ പോർഷൻ അറിയാൻ വേണ്ടി നമ്മൾ ഇത് മുതൽ ഇതുവരെ നമുക്ക് എത്രയും തന്നിട്ടുണ്ട്? 70 എന്ന് പറയുന്നുണ്ട്. 70 നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ, ഈ ഒരു ലൈൻ ഇവിടെ വേണോ നമുക്ക്? ഈ ലൈൻ. ഓക്കെ, ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഇത്ര മാത്രമല്ലേ വരൂ? ഈ ഒരു പോർഷനും ഈ ഒരു സർഫസ്, ശരിയല്ലേ? ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാ വരയ്ക്കേണ്ടത്? സൈഡ് വ്യൂ ആണ്. സൈഡ് വ്യൂ ആണ് ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ ആണ്. നമ്മൾ ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കുന്നു. റൈറ്റ് സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സർഫസ് നമുക്ക് കാണാൻ കഴിയും. ദെൻ ഈ ഒരു സർഫസ് നമുക്ക് കാണാൻ കഴിയും. കർവായിട്ട് കാണാൻ കഴിയില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കാണാൻ കഴിയും അല്ലേ? ഈ ഒരു സർഫസും നമുക്ക് കാണാൻ കഴിയും, ശരിയല്ലേ? ഇത്രയും നമുക്ക് കാണാൻ കഴിയില്ലേ? അത് വരയ്ക്കാനായിട്ട് നമ്മൾ ഫ്രണ്ട് വ്യൂ വരച്ചതിൽ നിന്നുള്ള ഒരു പ്രൊജക്ടർ ലൈൻ നമ്മൾ വരച്ചിടുക. നമ്മൾ ആ ലൈൻ മാർക്ക് ചെയ്തിട്ടു. ഓക്കെ, ഈ ഒരു ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടു. ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തിട്ടേക്കാണ്. നോക്കിയേ, ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 50 mm ആണ്. നമുക്കത് മാർക്ക് ചെയ്യാം. ടോട്ടൽ ഹൈറ്റ് മാർക്ക് ചെയ്യാലോ. അതുപോലെ നമ്മൾ ഇവിടെയും കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, $15 mm ആണ് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നുണ്ട്. നമ്മളിത് മാർക്ക് ചെയ്യുന്നു. നമ്മളിവിടെ കണ്ട സർക്കുലർ പോർഷൻ, കർവ് പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ദെൻ ഇവിടെ ഒരു 10 mm ഹൈറ്റ് ഉണ്ട്. അത് നമ്മളിവിടെ പോയിൻ്റ് അറിയാം. ഈ പോയിൻറ്റും ഈ പോയിൻറ്റും കൂടെ മാക്ക് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. ശരിയല്ലേ? ഓക്കെ, കർവ് വരുന്ന പോർഷനിലെ സർഫസ് ഇതാണ്. ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഈ കാണുന്ന പോർഷൻ. ഇത്രയല്ലേ എൻ്റെ സൈഡ് വ്യൂ. ഇനി എന്ത് ചെയ്യുക? ഡയമെൻഷൻ ചെയ്യുക. ലാസ്റ്റ് എന്ത് ചെയ്യുക? ഡയമെൻഷൻ ചെയ്ത് ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂ എല്ലാം മാർക്കിങ് ചെയ്യുക. ഓക്കെ.